ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ജർമ്മനിയുടെ സ്പ്രിംഗ് സീസണിൽ എന്തൊക്കെയാണ് കുറച്ച് പുതിയതായിട്ട് കാണാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. മീൻസ് വേറൊന്നുമല്ല, ഒരു ടോപ്പിക്ക് മാത്രം ചൂസ് ചെയ്താണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ സ്പ്രിംഗ് സീസണിൽ പലതരം വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് കാണാം. അതായത് നമ്മൾ നാട്ടിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇവിടെ വഴിയിൽ വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിൽ, അതായത് ലീവ്സ് പോലും ഇല്ലാതെ ഫുൾ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്ന വൈറ്റ് ഫ്ലവേഴ്സാണ്. ആക്ച്വലി ഈ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു ദിവസം ടീച്ചേഴ്സ് ഡേക്ക് എൻ്റെ ക്ലാസ്സിലെ ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ഒറിജിനലായിട്ട് കണ്ടപ്പോൾ എനിക്ക് വന്ന ഹാപ്പിനെസ് അത്ര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഞാനൊരു ഫോട്ടോയിൽ കണ്ട് ഉണ്ടാക്കിയത് ഒറിജിനലായിട്ട് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഫോഡിൽസ് ആണ്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത്, അതായത് ഒറിജിനൽ വൺ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനിതിൻ്റെ വലിയ വേർഷനാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ നല്ല എന്താ പറയുക, ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളും ഫ്ലവേഴ്സും ഈ സീസണിൽ കാണാൻ പറ്റും. വൈറ്റ്, യെല്ലോ, റോസ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് കളേഴ്സായിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് നേച്ചറിൽ നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പോലത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ വൈറ്റ് ഫ്ലവേഴ്സ് ആണെങ്കിലും ഒരു ബൊക്കെ പോലെയാണ് നിൽക്കുന്നത്, ഒരു കുഞ്ഞു ബൊക്കെ പോലെ, ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഓൾറെഡി ഫ്രഷ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അറിയാതെ ഹാപ്പി ആവുകയും ചെയ്യും ഇതൊക്കെ കാണുമ്പോഴത്തേനും. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഫ്ലവർ ലവറാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അങ്ങനെ ഫ്ലവേഴ്സ് തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ നിഴലിനെ തന്നെ കുറച്ച് നേരം ഫോളോ ചെയ്തു, ചുമ്മാ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതായത് പല കളറിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ചിലത് മരങ്ങളായിരിക്കാം, കാരണം ഒരു ഇല പോലും ഉണ്ടാവില്ല, മൊത്തം ഫ്ലവേഴ്സായിരിക്കും. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് സാധനം. നമുക്കൊരു ഫോട്ടോഷൂട്ടിനായാലും അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ ദൂരെ നിന്ന് അത്ര ഭംഗി തോന്നില്ലെങ്കിലും അടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. ആക്ച്വലി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേരൊന്നും എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിത് കാണാൻ കിട്ടില്ല. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും കാണാം. പിന്നെ ഈ ഒരു ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ബൊക്കെ സെറ്റ് ചെയ്യാൻ വെഡ്ഡിങ്സിന് അല്ലെങ്കിൽ ചേർച്ചിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതും പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റോട്ടിൽ വളർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സ്പ്രിംഗ് സീസണിലെ എന്താ പറയുക, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവർ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ദിസ് ഈസ് മഞ്ജു സൈനിങ് ഓഫ്. ബൈ.